ഒരു കാര്യം പറയട്ടെ, ഭാരതത്തിൽ എവിടെയായാലും ഒരു അതിക്രമം, അതും സ്ത്രീകളോടുള്ള അതിക്രമമോ അല്ലെങ്കിൽ അവരെ ഹരാസ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു വാർത്ത കേട്ടാൽ ആദ്യം എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്ന ഒരു പേരുണ്ട്, യോഗി ആദിത്യനാഥിന്റെ. അതിന് കാരണം ഉത്തർപ്രദേശിൽ ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങൾ തന്നെയാണ്. ഭരണ നേട്ടം എന്നല്ല ഉദ്ദേശിക്കുന്നത്, സ്ത്രീകൾക്ക് സുരക്ഷിതമായി ഉത്തർപ്രദേശിൽ സഞ്ചരിക്കാനും അവർക്ക് ജീവിക്കാനുമുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് യോഗി ആദിത്യനാഥിന്റെ വരവോടുകൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിനെ അവിടെയുള്ള ഗുണ്ടാ സംഘങ്ങൾക്കും അതുപോലെ ഇത്തരം അക്രമികൾക്കും ഒക്കെ ഭയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അമരാവതിയിൽ നിന്ന് പുറത്തു വന്ന ഒരു വാർത്തയെ തുടർന്ന് ഒരു വാർത്ത, അതായത് 180ഓളം പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിച്ചു, അവരുടെ വീഡിയോകൾ എടുത്തു, അവരെ അപമാനിച്ചു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഈ വാർത്ത വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കും എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ അമരാവതി MP നവനീത് റാണയാണ് ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നത്. യോഗി ബാബ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശരീരത്തിൽ അധിവസിക്കണമെന്നും പ്രതികളുമായി നേരിട്ട് ഏറ്റുമുട്ടൽ നടത്തണമെന്നുമാണ് നവനീത് റാണ പറഞ്ഞിരിക്കുന്നത്. അത്രത്തോളം യോഗി ആദിത്യനാഥിലുള്ള സ്ത്രീകളുടെ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ പ്രതിനിധി തന്നെയാണ് നവനീത് റാണ. അമരാവതി വിഷയത്തെക്കുറിച്ച് തന്റെ അഭിപ്രായം പറഞ്ഞ മുൻ അമരാവതി MP നവനീത് റാണ കോർപ്പറേറ്റ് ഓഫീസുകളിൽ പോകുന്ന പെൺകുട്ടികളെ ചിലർ നിർബന്ധിച്ച് കൽമ ചൊല്ലാനും നിസ്കരിക്കാനും മതം മാറാനും ബീഫ് കഴിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകളും വാർത്തകളും പുറത്തു വരുന്നു. കൂടാതെ മറ്റൊരു കേസിൽ, അതായത് ഈ അമരാവതിയിലെ അച്ചൽപൂർ പരാത്വാഡയിൽ പെൺകുട്ടികളെ പീഡിപ്പിച്ച വ്യക്തിയുടെ വീട് പൊളിച്ചു മാറ്റുന്ന ആ ഒരു വിഷയത്തിൽ ആ വ്യക്തിയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിലും യോഗി ബാബ ഒരു പോലീസുകാരന്റെ രൂപത്തിൽ വരണമെന്നാണ് തന്റെ ആവശ്യം എന്ന് പറയുന്നു. അതാണ് പറഞ്ഞത്, രാജ്യത്ത് എവിടെയെങ്കിലും അത്തരത്തിലൊരു പ്രശ്നമുണ്ടായാൽ അവിടെ യോഗി ആദിത്യനാഥ് ഉണ്ടാവണം, അത്രമാത്രം കർക്കശമായി ഒരു തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവണം എന്ന് തന്നെയാണ് രാജ്യത്തെമ്പാടുമുള്ള സ്ത്രീകൾ, ഇത്തരം ആക്രമണങ്ങൾ നേരിടുന്ന സ്ത്രീകൾ, അത്തരം ഭീഷണികൾ ഉള്ള ഇടങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്. ഒരു വാദം പോലും ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. ഒരു തീയതി മാറ്റിവെക്കലോ അല്ലെങ്കിൽ ഇന്ന ദിവസം അതിന്റെ തീരുമാനം ഉണ്ടാകുമോ, അങ്ങനെ ഒന്നും ഉണ്ടാകരുത്. ആ വ്യക്തിയുമായി നേരിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടാകണം എന്നാണ് തന്റെ ആഗ്രഹം എന്നാണ് റാണ പറയുന്നത്. ഇതൊരു ഫാന്റസി ആയിട്ട് വിശേഷിപ്പിക്കാമെങ്കിലും അത് തന്നെയാണ് പലരുടെയും മനസ്സിൽ. അത്രമാത്രം ശക്തനായ ഒരു ഭരണാധികാരി ഓരോ സംസ്ഥാനത്തിലും തങ്ങളുടെ സംസ്ഥാനത്തും വരണമെന്ന് ഓരോരുത്തരും, ഭാരതത്തിലുള്ള ഓരോ സംസ്ഥാനത്തും ജീവിക്കുന്നവർ ആഗ്രഹിക്കുകയാണ്. പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി പോലും ബുർഖ ധരിച്ചിട്ടില്ല എന്നും മുൻ MP നവനീത് റാണ പറഞ്ഞു. ലളിതമായി പറഞ്ഞാൽ പ്രതികളെ വിചാരണ ചെയ്തത് അവരെ നേരിടണം, അവരുടെ പൗരത്വം റദ്ദാക്കണം, അവരെ അറസ്റ്റ് ചെയ്ത് പാകിസ്ഥാനിലേക്ക് നാട് കടത്തണമെന്നും നവനീത് റാണ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ കരുത്തനായ ഒരു അധികാരി, ഒരു ഭരണാധികാരി രാജ്യത്ത് എവിടെയുമില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഉത്തർപ്രദേശിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ വിതിൻ മണിക്കൂറിനുള്ളിൽ അവിടെ അതിന്റെ നടപടി എടുത്തിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. എന്നാൽ പലയിടങ്ങളിലും ഇതുപോലുള്ള നിരവധി സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും പലതും മറച്ചു വെക്കപ്പെടുന്നു. ഇനി പുറത്തു വന്നാൽ തന്നെ അതിനെ നീട്ടി വലിച്ച് ഈ പറഞ്ഞതുപോലെ തീയതി മാറ്റിവെച്ച് അതിനെ നീട്ടിക്കൊണ്ടുപോകുക, ഒടുവിൽ ആ കേസ് തന്നെ തേഞ്ഞു മാഞ്ഞു പോവുക, അത്തരം കാര്യങ്ങളാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ ഇത്തരം സംഭവങ്ങളോട് പ്രതികരിക്കുന്ന, അതിന്റെ മനസ്സിൽ രോഷം ഉൾക്കൊള്ളുന്ന സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നത്. എന്തായാലും നാട്ടിൽ ഒരു സ്ത്രീകൾക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ അവിടെ യോഗിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, യോഗി ആദിത്യനാഥിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു ഭരണാധികാരി ഒരു ആക്ഷൻ എടുക്കാനും അതിനൊരു തീരുമാനം ഉണ്ടാക്കാനും. എന്തായാലും ഇവരുടെ ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത് യോഗി ആദിത്യനാഥ് കഴിഞ്ഞേ ഉള്ളൂ രാജ്യത്ത് ഇത്തരത്തിൽ സ്ത്രീകൾ നേരിടുന്ന ആക്രമണത്തിനെതിരെ പ്രതികരിക്കാൻ കെൽപ്പുള്ള ഒരു ഭരണാധികാരി. അങ്ങനെ ഒരു ഭരണാധികാരി യോഗി അല്ലാതെ മറ്റാരും ഇല്ല എന്ന് തന്നെയാണ് ഈ ഒരു പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും എല്ലാ ഭരണാധികാരികളും അങ്ങനെ ആകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാനേ സാധിക്കുകയുള്ളൂ. എന്നാലും പേരിനെങ്കിലും ഇതുപോലെയുള്ള നേതൃത്വത്തിലിരിക്കുന്ന ഭരണാധികാരികളല്ല എങ്കിൽ പോലും സേനയിലും പോലീസിലും ഒക്കെ ഉള്ളവരെങ്കിലും ആ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ, നിയമം കയ്യിലെടുക്കാതെ അല്ലെങ്കിൽ ന്യായമായ രീതിയിൽ ഈ രീതിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് പ്രതികരിക്കുന്നവർ, നടപടിയെടുക്കുന്നവർ ഉണ്ടാകണമെന്നുള്ളത് സ്ത്രീകൾ ആഗ്രഹിച്ചാൽ അതൊരിക്കലും ഒരു തെറ്റല്ല. അത്രമാത്രം അപമാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ ലോകം, ഈ സമൂഹം തന്നെ കടന്നു പോകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.